ഞാൻ കൂടുതലും തമിഴ് സിനിമകളാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ പടങ്ങൾ ഇപ്പോൾ അവിടുത്തെ വലിയ സിനിമകളൊക്കെ തന്നെ സംസാരങ്ങളുണ്ട്. അപ്പം അതൊന്നും പറയാറായില്ല. കാരണം ഞാൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം പറയണം. തെലുങ്ക് അറിയാത്ത തെലുങ്ക് ഹിന്ദിയും തൽക്കാലം ഒന്ന് ചവിട്ടി പിടിച്ചിരിക്കുക. വെബ് സീരീസൊക്കെ വരുന്നുണ്ട്, പടങ്ങളും വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ആ ഭാഷ അങ്ങോട്ട് കിട്ടാണ്ടാണ് കുറച്ച് കഴിക്കുന്നത്. ജോജിയുടെ പണി ടു മണിപ്പൂരയിലുണ്ടോ? ആ ഉണ്ട്. എന്തായിരിക്കും കൂടുതലായിട്ട്? അല്ല, ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് സിനിമയാണ്. അപ്പോൾ നല്ല സിനിമ എവിടെ നിന്നല്ല അവിടെ ചെയ്യാന്നുള്ളതല്ല. നല്ല ഡയറക്ടർ, നല്ല പ്രൊഡക്ഷൻ, അതിപ്പോൾ ഒരു ഒന്നും നോക്കില്ല. അതിന് വേറെ മാനദണ്ഡങ്ങളില്ല. അല്ല, ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഈ തൊട്ടടുത്ത തമിഴ് മലയാളം കൂടുതലും ശ്രദ്ധിക്കുന്നത്. ഈ കാട്ടാളം മുറിഞ്ഞില്ലേ മറ്റേ ജോഷ് സാറിന്റെ പടം, അതിനുശേഷം അതുപോലൊരു മാസ് പടം ജോയിച്ചേട്ടൻ്റെ ഭാഗത്ത് വന്നിട്ടില്ല. അതെന്തായിരിക്കും അതിൻ്റെ ഒരു കാരണം? അത് ചൂസ് ചെയ്യാത്തയാണോ അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ വേണ്ടെന്ന് ഓർത്തിട്ടാണോ? അതിൻ്റെ ഒരു കുറവ് ജോഷ് സാറ് ഞാൻ കൂടി ഇപ്പോൾ തീർക്കും. ആണോ? വരുന്നുണ്ട് പറഞ്ഞു. ആണോ? പണം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ശരി. ഓക്കെ, താങ്ക് യു. ഓക്കേടാ. ഓക്കെ. എനിക്കറിയില്ല. ഞാൻ നമ്പർ തരാം, നീ ഒന്ന് വിളിച്ചു വയ്ക്കുന്നത്. അല്ല, കമൽ സാറ് പറഞ്ഞു എങ്കിൽ ജോയിച്ചേട്ടൻ മലയാളത്തിലേക്ക് വിട്ട് തരില്ലാന്ന്. സമ്മതിക്കില്ലട്ടാ. പക്ഷെ അവിടെ ഭയങ്കര രസമാണ്. അതല്ലേ, അവിടെ ടേക്ക് കെയർ ചെയ്യണ രീതി, നമ്മളെ ആ ഒരു രീതി ഭയങ്കര ഡിഫറെൻ്റ് ആണെന്ന് ജയറാമേട്ടനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഭയങ്കര, കാരണം അവര് എന്താണെന്നറിയില്ല, അത് ഭയങ്കര കംഫർട്ടബിൾ ആയി പോകുന്ന ഒരു സാഹചര്യമുണ്ട് എല്ലാ അർത്ഥത്തിലും. ഓക്കെ, താങ്ക് യു. എല്ലാരും ചോദിക്കുന്നത് ഈ വില്ലന്മാരെ കുറിച്ചാണ്. സാഗർ ജുനൈസിന് വെല്ലുന്നൊരു വില്ലന്മാരാണ് എല്ലാരും പ്രതീക്ഷിക്കുന്നത്. സെക്കൻഡ് പാർട്ടിക്ക് വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ളവർ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ അനൗൺസ് ചെയ്യുമ്പോൾ ഇത് സാധാരണ നോർമലി ഫസ്റ്റ് പാർട്ട് 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് ചിലവർ സെക്കൻഡ് പാർട്ട് തുടങ്ങാറ്. പെട്ടെന്ന് ഇത് ഓൾറെഡി പ്ലാനിലുണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ ഞാനത് ആദ്യം ഈ സിനിമ ചെയ്യുന്ന സമയത്ത് ചെയ്ത് തുടങ്ങി അതിൻ്റെ ഒരു എഡിറ്റിലിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഈ ജോണറിലൊരു 2 പടം കൂടി ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ അങ്ങനത്തെ പടങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പോൾ ആ 2 പടങ്ങളുടെ ഒരു ഉദാഹരണം എൻ്റെ മനസ്സിലുള്ളതാണ്. അപ്പോൾ അത് ചെയ്യാൻ പോകുന്നതിൻ്റെ ഒരുവിധപ്പെട്ട കാസ്റ്റിങ്ങും ഒരുവിധപ്പെട്ട ഒരു 2 ഡ്രാഫ്റ്റൊക്കെ എഴുതി കഴിഞ്ഞ ഒരു പടമാണ്. പക്ഷെ അത് കഴിഞ്ഞ സിനിമയായിട്ട് യാതൊരു ബന്ധമില്ല. പിന്നെ അത് മാത്രമല്ല, ആ സിനിമ ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഈ പടവും ഇഷ്ടപ്പെടാൻ ഞാൻ ഒരുപാട് പേർക്ക് പണി ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് അത് അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു പടമായിരിക്കില്ല. അത് ഇഷ്ടപ്പെട്ടവർക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. അത് വേറെ കഥാപാത്രങ്ങൾ, വേറെ കഥ, വേറെ തൃശ്ശൂർ കഥാപാത്രക്കാരല്ല, ഒന്നുമില്ല. പണി ഞാൻ പറഞ്ഞില്ലേ, പണി എന്നുള്ള ആ സിനിമയിൽ നിന്ന് അതിൻ്റെ ഒരു കണ്ടന്റ് ഞാൻ എടുക്കുന്നുണ്ട്. ആ സിനിമ ആ ഒരു ജോണർ പണിയുടെ സിനിമയുടെ ഒരു ജോണറുണ്ട്. നമുക്ക് എന്താണോ സിനിമ കണ്ടപ്പോൾ തോന്നിയത് അങ്ങനത്തെ ആ ജോണറിലാണ് എൻ്റെ 2 സിനിമകൾ അടുത്തത് വരുന്നത്. അത് ഞാൻ ബാക്ക് ടു ബാക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇപ്പോഴത്തെ ഒരു കമ്മിറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ ഞാൻ നേരെ ആ 2 പടങ്ങൾ